ബിസിനസ് ഒരു ലീനിയർ പ്രോസസ് ആണെന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. ആദ്യം കുറെ ക്യാഷും ടൈമും എഫേർട്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അത് 10 ലക്ഷമാവും, 20 ലക്ഷമാവും, 50 ലക്ഷമാവും, 1 കോടിയാവും, 10 കോടിയാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് അത്ര സിമ്പിൾ പ്രോസസ് അല്ലാന്ന് ബിസിനസ് ചെയ്തിട്ടുള്ളവർക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം. ബിസിനസ് ഒരിക്കലും ഒരു ലീനിയർ പ്രോസസ് അല്ല. ബിസിനസ് എപ്പോഴും ലെവൽസിന്റെ പ്രോസസ്സാണ്. ഏതൊക്കെ ലെവൽസ് എന്നല്ലേ പറഞ്ഞുതരാം. ബിസിനസ്സിൽ 5 ലെവൽസ് ഉണ്ട്. അതിൽ ഓരോ ലെവൽ പ്രോഗ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ. കാരണം അല്ലാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റക്ക് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എക്സെപ്ഷൻസ് ഇല്ല എന്നല്ല, എന്നാൽ കൂടി ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ ഫസ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ അതാണ് സെൽഫ് എംപ്ലോയിഡ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളൊരു വൺ മാൻ ആർമി ആയിരിക്കും. നിങ്ങൾ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ആളുകളെ ഹയർ ചെയ്യുന്നത്, ആഡ്സ് പ്ലേസ് ചെയ്യുന്നത്, സെയിൽസും പർച്ചേസും നോക്കുന്നത്, സ്റ്റോക്ക് നോക്കുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. ലെവൽ 1 നല്ല രീതിക്ക് പോയി നിങ്ങളുടെ ബിസിനസ് വളരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു ടൈമിലാണ് നിങ്ങൾ ലെവൽ 2ലേക്ക് പോകേണ്ടത്. ലെവൽ 2 നോക്കുകയാണെങ്കിൽ അതാണ് മാനേജീരിയൽ സ്റ്റേജ്. ഈ ഒരു മാനേജീരിയൽ സ്റ്റേജിൽ നിങ്ങൾ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ആളുകളെ ഹയർ ചെയ്യും. അതിൽ അക്കൗണ്ടന്റ് പെടും, സെയിൽസ് മാനേജർ പെടും, പർച്ചേസ് മാനേജർ പെടും, വേറെയും ആളുകളെ നിങ്ങളുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹയർ ചെയ്യും. സോ ഇനിയുള്ള നിങ്ങളുടെ ജോബ് എന്തായിരിക്കും? ഈ ഹയർ ചെയ്ത ആളുകളെ മാനേജ് ചെയ്യുക. എന്നാൽ സെക്കൻഡ് സ്റ്റേജ് സക്സസ്ഫുൾ ആണെങ്കിൽ 2 കാര്യങ്ങൾ ക്രൂഷ്യലാണ്. അതിൽ ആദ്യത്തേതാണ് ജോബിന് പറ്റിയ കറക്റ്റ് ആളെ ഹയർ ചെയ്യുക, അതായത് സ്കില്ലുള്ള ആളെ ഹയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ മാനേജറിയൽ സ്റ്റേജ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ ലെവൽ 1ൽ നിങ്ങൾ ബിസിനസിനെ കുറിച്ച് പ്രോപ്പറായിട്ട് പഠിക്കാണ്ട് ബിസിനസ്സിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ട് നിങ്ങൾ ഡയറക്റ്റ് സെക്കൻഡ് ലെവലിലേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് ഡാറ്റാസ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ഐഡിയ ഇല്ലാണ്ട് എത്ര ആളുകളെ ഹയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ സിസ്റ്റമോ അല്ലെങ്കിൽ പ്രോസസ്സോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടോ കാര്യമില്ല. ആൻഡ് എല്ലായിടത്തും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. അതിപ്പോൾ സെയിൽസിലായാലും പർച്ചേസിലായാലും ഏത് മൈനർ ടാസ്കിലായാലും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ലെവൽ 2 പാസ്സായി ലെവൽ 3ലേക്ക് പോകാനുള്ള സമയമായി. ലെവൽ 3 ആണ് സ്ട്രക്ചേർഡ് പ്രോസസ്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് കുറച്ചൊക്കെ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള സ്കിൽഡ് ആളുകളെ ഹയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് പ്രോസസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഹയർ ചെയ്ത ടീമിലും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോസസ്സിലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാര്യം ഈ ഒരു സ്റ്റേജിൽ ബിസിനസ്സിൽ നിന്ന് കുറച്ചൊക്കെ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കൂടി നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ആവശ്യമായിരിക്കും. അതിപ്പോൾ ഷോപ്പ് ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, ഓഫീസ് ആയിക്കോട്ടെ. കാരണം ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ടീം നിങ്ങളുടെ അപ്രൂവൽസിലും ഡിസിഷൻ മേക്കിങ്ങിലും ഡിപ്പെൻഡന്റ് ആയിരിക്കും. ശരിയാണ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അധികം വർക്ക് ചെയ്യേണ്ടി വരില്ല. എന്നാൽ കൂടി നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും സാധിക്കും. നമ്മുടെ ടീമിന് കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു ലെവൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ലെവൽ 4ലേക്ക് പോവാം. ലെവൽ 4 ആണ് ഫ്രീഡം ഫ്രം ഓപ്പറേഷൻസ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഡെയിലി ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല. വർക്ക് ചെയ്യാൻ എംപ്ലോയീസ് ഉണ്ടാവും, അവരെ മാനേജ് ചെയ്യാൻ മാനേജേഴ്സ് ഉണ്ടാവും, കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ ട്രസ്റ്റഡ് ടീം ഉണ്ടാവും. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടി ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ആയിക്കോളും. ഈ ഒരു സ്റ്റേജിൽ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ പറ്റി ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ബിസിനസ്സിനെ എങ്ങനെ ഗ്രോ ചെയ്യാം, ബിസിനസ്സിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, പുതിയ മാർക്കറ്റിലേക്ക് എങ്ങനെ ഇറങ്ങാം, പുതിയ പ്രൊഡക്റ്റ് എങ്ങനെ ലോഞ്ച് ചെയ്യാം, ഇതിനൊക്കെ കുറിച്ച് ആലോചിക്കാനുള്ള ടൈം കിട്ടും. ഈ ഒരു സ്റ്റേജ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സ്റ്റേജ് 5 അതായത് ലെവൽ 5ലേക്ക് പോകാൻ സാധിക്കും. അതാണ് സീരിയൽ എന്റർപ്രണർ. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്താൻ സാധിക്കുക. ഐ ബിലീവ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കട്ടെ. സോ 5th സ്റ്റേജ് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വേറൊരാളുടെ ഐഡിയ, വേറൊരാളുടെ ക്യാഷ്, വേറൊരാളുടെ ടാലന്റ്, വേറൊരാളുടെ മാനേജ്മെന്റ് സ്കിൽ യൂസ് ചെയ്ത് ബിസിനസ് ബിൽഡ് ചെയ്യാം. സോ ഇതിന് ഞാനൊരു സിറ്റുവേഷൻ വെച്ച് പറഞ്ഞുതരാം. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പ് റിച്ചസ്റ്റ് ബിസിനസ് പേഴ്സൺ ആണ്. ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാണ് ഒരു എക്സലന്റ് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട്. ആൻഡ് ആളുടെ കയ്യിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. എന്നാൽ ആളുടെ കയ്യിൽ കാശുമില്ല, എക്സ്പീരിയൻസും ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ആ ഐഡിയയിലും ആ എക്സിക്യൂഷൻ പ്ലാനിലും ശരിക്കും വിശ്വാസം വന്നു. ആൻഡ് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇതിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. ആൻഡ് നിങ്ങൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് ചെയ്യാൻ തയ്യാറാവും. കൂടാതെ ബാങ്ക്സും അവരുടെ ലോൺ അപ്രൂവ് ചെയ്യും. കാരണം ബാങ്കിനും ഇൻവെസ്റ്റേഴ്സിനും നിങ്ങളിലുള്ള വിശ്വാസം, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും നിങ്ങളുടെ ഗുഡ് വില്ലും നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയക്ക് ഫണ്ടിങ്ങിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതാണ് ലെവൽ 5. ഐഡിയ മറ്റൊരാളുടെ ആയിരിക്കും, എന്നാൽ ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപിറ്റൽ മുതൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് നിങ്ങളിലൂടെ ആയിരിക്കും. ആൻഡ് ഈ ഒരു ലെവൽ 5 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഉണ്ടാവും. എന്നാൽ ഒന്നും നിങ്ങൾ ഡയറക്റ്റ്ലി മാനേജ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ സമയത്തിന് കയ്യിൽ പ്രോഫിറ്റും വരും. എന്നാൽ എല്ലാ ബിസിനസ്സിലും പ്രോഫിറ്റ് വരുമെന്നില്ല. 10 എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 2 or 3 മാത്രമായിരിക്കും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. സോ ബിസിനസിന്റെ 5 ലെവൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്ത് ബിസിനസ് നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു 5 ലെവൽസ് ഓർത്ത് വയ്ക്കാൻ മറക്കണ്ട. ഇതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഇൻഡസ്ട്രി സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോയും ചെയ്യാം.